ബേപ്പൂർ സുൽത്താന്റെ 32ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബഷീർ ഫെസ്റ്റിന് തുടക്കമായി. വൈലാലിൽ വീട്ടിൽ നടന്ന പരിപാടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 5, 6 തീയതികളിൽ ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 32ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് ബഷീർ സ്മാരകമായ ബേപ്പൂർ ആകാശമിഠായി കേന്ദ്രീകരിച്ചാണ് ഇത്തവണ വിപുലമായ പരിപാടികൾ നടക്കുക. ബഷീർ ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം വൈലാലിൽ വീട്ടിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചാലും കേരളത്തിൻ്റെ സുൽത്താനായി അദ്ദേഹം മാറി എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാഷയിൽ അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ പ്രചുര പ്രചാരണം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേരളത്തിന് മറക്കാനേ കഴിയില്ല. PM മുഹമ്മദ് റിയാസ് MLA അധ്യക്ഷത വഹിച്ചു. എഴുത്തുകൊണ്ട് മനുഷ്യരെ കൂട്ടിയോജിപ്പിച്ച സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമാകെ വിതറിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് നാം എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തി വരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കൊക്കെ ഒരു വികാരമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോ ഡയലോഗുകളും വാചകങ്ങളും നമുക്ക് ചിരി മാത്രമല്ല പലപ്പോഴും കണ്ണീരും നൽകുന്നതാണ്. K. ജയന്തി MLA, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളായ അനീസ്, ഷാഹിന എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജൂലൈ 5-നാണ് ബഷീർ ഓർമ്മദിനം. രാവിലെ 10 നടക്കുന്ന അനുസ്മരണം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾക്കായി ചിത്രരചന, ഭിന്നശേഷി കുട്ടികളുടെ സംഗമം, കലാവിരുന്ന്, നാടകം, കഥ പറച്ചിൽ, ക്വിസ് മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ബഷീർ ഫെസ്റ്റിന്റെ ഭാഗമായി ജൂലൈ 5, 6 തീയതികളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.